ആലത്തൂർ മണ്ഡലത്തിൽ ആരായിരിക്കും? അപ്പൊ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒരു ആഗ്രഹം ആഗ്രഹം ഇപ്പൊ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. രാഷ്ട്രീയമില്ല, അല്ല വ്യക്തികൾക്ക് അത് ഇഷ്ടമായി നോക്കുകയാണെങ്കിൽ അതിനാണ് സ്കോപ്പ് കൂടുതൽ. LDF കോട്ടയാണ്. ആ രമ്യ ഹരിദാസ് കഴിഞ്ഞ പ്രാവശ്യം വരെ പറയാൻ പറ്റില്ല. ഇപ്രാവശ്യം പക്ഷെ LDF കോട്ടയാണ്. അപ്പൊ LDF ഭൂരിപക്ഷം കൂടുതൽ സാധ്യത അതാണ്. രാധാകൃഷ്ണൻ ജയിക്കും എന്നാണ് പ്രതീക്ഷ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? എന്തുകൊണ്ടാണ് പറഞ്ഞ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട്. രമ്യ ഹരിദാസിന് വലിയ രീതിയിൽ ജനപിന്തുണ ഉറപ്പിക്കുന്നുണ്ട്. ഉണ്ടാവും, അത് നമ്മൾ നിഷേധിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും രാധാകൃഷ്ണയ്ക്കാണ് ചാൻസ്. പ്രതീക്ഷയും ആഗ്രഹവും രാധാകൃഷ്ണൻ സാർ ജയിക്കണമെന്നാണ്. തീർച്ചയായും അത് പറയാൻ പറ്റില്ല. എന്നാലൊരു പ്രതീക്ഷ ആഗ്രഹം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത അവസ്ഥയാണ്. ഇപ്പൊ ആര് ജയിക്കും ആര് തോൽക്കുന്നുള്ളതൊന്നും നമ്മൾ പറയാൻ തയ്യാറല്ല. ഈ ജനപ്രതിനിധികളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണോ? ഒന്നും നമ്മൾക്ക് രാഷ്ട്രീയത്തിനെ പറ്റിയിട്ട് ഞങ്ങൾ ചോദിക്കണ്ട, ഞങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ആലത്തൂർ മണ്ഡലത്തിൽ നിലവിൽ ആര് ജയിച്ചിട്ടും കാര്യമില്ല. ഞാൻ തൃശ്ശൂർ മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയാണ്. അതെ, നമ്മൾ പുതിയ ആർഷഭാരത ധർമ്മരക്ഷാ പാർട്ടി പറഞ്ഞൊരു പാർട്ടിയുടെ ബേസിലെ സ്ഥാനാർത്ഥി കൂടിയാണ്. ഇവിടെ ആര് ജയിച്ചാലും ഇവിടുത്തെ സാധാരണക്കാർ ഒരു പ്രശ്നത്തിനും ഇവിടുത്തെ ഒരു MP യോ MLA യോ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഒരുപാട് ജനകീയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ബസ് സ്റ്റാൻഡിന് അവസ്ഥ എടുക്കാം. ഈ പൊട്ടിപ്പൊളിനോട് ബസ് സ്റ്റാൻഡ് നന്നാക്കാൻ ഇവിടെ MP-ക്ക് MLA-ക്ക് സമയമില്ല. ഇവർക്ക് കുറേ രാഷ്ട്രീയപരമായിട്ട് ഗിമിക്സ് കളിക്കുക എന്നല്ലാതെ ഇവർക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് വല്ലതും ചെയ്തു കൊടുക്കണം എന്നുള്ളതോ അല്ലെങ്കിൽ ജനകീയ പ്രശ്നം ഇടപെടുന്നുള്ളതോ ഒരു ആവശ്യമില്ല. അവർ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കണം, അവർ വീട് നന്നാക്കണം, അവർ കൂടുതലുള്ള കുറച്ച് പേർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നല്ലാതെ വേറെ ഒരു ചിന്തയില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ വ്യവസ്ഥിതി മാറണം. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ജനപ്രതിനിധികൾ വരണം. അതിന് ഇന്നത്തെ ഈ രാഷ്ട്രീയ വ്യവസ്ഥിതി മാറ്റിയിട്ട് ഇനി രാഷ്ട്രീയക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് തന്നെ സ്വയം മാറ്റണം എന്നൊരവസ്ഥയിലേക്കുള്ള രീതിയിലായിരിക്കണം ഇതിനുള്ള ഭരണ പരിഷ്കാരം വരേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള നല്ലൊരു രാഷ്ട്രീയ മുന്നണി വരണമെന്നാണ് സാധാരണക്കാരൻ്റെ പ്രതിനിധിയിൽ എൻ്റെ ആഗ്രഹം. ഇപ്പോഴത്തെ ലെവൽ എങ്ങനെ പറയാൻ ഇപ്പോഴത്തെ ട്രെൻഡ് നിൽക്കുന്നത് രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണൻ ജയിക്കും. രമ്യ ഹരിദാസിന് വലിയ രീതിയിലുള്ള ജനപിന്തുണ ഉണ്ട്. രണ്ടും ഇപ്പോൾ ഒന്നും പറയുകയാണെങ്കിൽ ഒരു മാസം കൂടി കഴിഞ്ഞാൽ അതായത് 10-15 ദിവസം കൂടി കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥിതി എന്താണെന്ന് പറയാൻ പറ്റും. ചേട്ടന്റെ ഒരു പ്രതീക്ഷ ആരാണ്? നമുക്ക് അങ്ങനെ പ്രതീക്ഷയൊന്നുമില്ല. ആരായാലും നമുക്ക് കണക്കന്നെ. കണക്കന്നെയാണ്. ആര് ജയിച്ചാലും കണക്കാണ്. അവനോ പണിയെടുത്ത് അവനോ ജീവിക്കുക. അതാ ഇപ്പോഴത്തെ കണ്ടീഷൻ. ആലത്തൂർ മണ്ഡലത്തിൽ ആരായിരിക്കും? രാധാകൃഷ്ണന് സാധ്യതയുണ്ട്, രമ്യാകൃഷ്ണനും സാധ്യതയുണ്ട്. രണ്ടാൾക്കും ഉണ്ട്. രമ്യാകൃഷ്ണൻ ഭൂരിപക്ഷത്തിന് ജയിച്ചതാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ചിലപ്പോൾ ഭൂരിപക്ഷം കുറയായിരിക്കാം. എന്താണെങ്കിൽ ഒരാളെ ഉറപ്പിച്ചാലും പറയാൻ കഴിയില്ല. ഇവിടെ BJP-ക്ക് എന്തെങ്കിലും സാധ്യതയില്ല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ രമ്യ ഹരിദാസും രാധാകൃഷ്ണനാണ് ഏറ്റുമുട്ടുന്നത്. രണ്ടു പഠിക്കാൻ തുല്യനായതുകൊണ്ട് കഴിഞ്ഞ മാസം രമ്യനെ ജയിക്കാൻ വഴിയുണ്ട്. രമ്യ എന്തുകൊണ്ടാണ്? ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അതാണെന്ന് വിചാരിക്കും. കഴിഞ്ഞ മാസം അതേ ക്വാളിറ്റി വിചാരിക്കും. ഇപ്പൊ ഈ കഴിഞ്ഞിടക്കായിട്ട് ആലത്തൂർ എന്തെങ്കിലും വികസനമായിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നു? അതിൽ വലിയ വികസനം വന്നില്ല. ഇല്ല. ആലത്തൂർ മണ്ഡലത്തിൽ ആരായിരിക്കും? ആലത്തൂർ മണ്ഡലത്തിൽ ഇപ്പോൾ ആര് ജയിക്കുന്നുള്ളത് ഇപ്പോഴത്തെ ഇതിൽ കൃത്യം പറയാൻ ഇച്ചിരി വിഷമമാണ്. രണ്ടുപേരും അങ്ങനെയാ ഉള്ളത്. ആഗ്രഹം ആരാണ്? ആര് ജയിച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, ജനങ്ങൾക്ക് ഉപകാരം. അതെ, അത്ര തന്നെ ഉള്ളൂ. പ്രതീക്ഷ അങ്ങനെയൊന്നുമില്ല. രണ്ടുപേരും കട്ടക്ക് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ പിന്നെ ആര് ജയിക്കുന്നുള്ളത് ഇപ്പൊ അതെ രണ്ടുപേരും കട്ടയാണ്. അപ്പൊ ആര് ജയിക്കുന്നൊന്നും കറക്റ്റ് പറയാൻ പറ്റുകയില്ല. ഇലക്ഷൻ തീരുമാനിക്കണം. ആലത്തൂർ മണ്ഡലത്തില് രാധാകൃഷ്ണൻ സാർ ജയിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ജയിക്കുന്ന ഒരു പ്രതീക്ഷ. ഇവിടെ രമ്യ ഹരിദാസിന് വലിയ രീതിയിൽ ജനപിന്തുണ. എന്റെ അഭിപ്രായം ഞാൻ അങ്ങനെ പറയുന്നു. മറ്റുള്ളവരുടെ കാര്യം രാധാകൃഷ്ണൻ ജയിക്കണം ആഗ്രഹം. BJP-ക്ക് എന്തെങ്കിലും സാധ്യത ഇവിടെ ഉണ്ടോ? BJP-ക്ക് സാധ്യത ഒന്നും പറയാൻ പറ്റൂല.
രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ എന്തുകൊണ്ടാണ്? രാധാകൃഷ്ണനെ പോലെ പ്രഗത്ഭനായ ഒരാൾ പാർലമെന്റിൽ പോകേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണെന്ന് നിഷ്പക്ഷവാദികളായ എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നു. രമ്യ ഹരിദാസിന് വലിയ രീതിയിലുള്ള ജനപിന്തുണയുണ്ട് ഇവിടെ. അതൊരു കഴിഞ്ഞ പ്രാവശ്യം ഒരു കയ്യബദ്ധം പറ്റിയെന്ന് ഇപ്പോഴോ പറയുന്നുണ്ട് പലരും. അവർ കയ്യബദ്ധം പറ്റിയെന്ന് പറയുന്നത്. ആലത്തൂരിന് അങ്ങനെ ശരിയായ രീതിയിൽ വികസനം സംഭവിക്കുന്നുണ്ടോ? ആലത്തൂരിൽ വികസനം സംഭവിക്കുന്നുണ്ട്. കേരള ഗവൺമെന്റ് അതിൻ്റെതായിട്ടുള്ള MLA പ്രസന്നൻ വളരെ നല്ല രീതിയിൽ ആലത്തൂരിന് വേണ്ടി, പ്രത്യേകിച്ച് കൃഷിക്കാർക്ക് വേണ്ടി പലവിധ പരിപാടികളും കൊണ്ടുവരുന്നുണ്ട്. നല്ലൊരു ഡെവലപ്മെന്റ് ആലത്തൂരിൽ വരുന്നുണ്ട്. ഇനിയും വരണം. പോരായ്മ പരിഹരിക്കുന്നുള്ളതിന് ഉറപ്പാണ്. ഒരു വിശ്വാസം ജനങ്ങൾക്കുണ്ട് MLAയോട്. ഒരു MP കുറിച്ച് നല്ല അഭിപ്രായം പൊതുവെ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം അവരൊരു പുതിയ ആളും പുതിയ ഒരു തരം ഇതായപ്പോൾ പിന്നെ മൊത്തം കേരളത്തിലൊട്ടുക്കെ UDFന് വിജയത്തിൻ്റെ ആ കൂട്ടത്തിൽ കൂട്ടിയാൽ മതി. രാധാകൃഷ്ണനോട് വളരെ നിഷ്പക്ഷവാദികളും ആളുകൾ പറയുന്നത് രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾ ജയിക്കണം എന്നാണ്. തീർച്ചയായും. താങ്ക്സ്.